സെബാനെ, നീക്ക് ഇനി അത്യാവശ്യമായിട്ടൊന്ന് കാണണം. നീ കുറങ്ങോണ വരവാ. ഇപ്പോഴാ? എടാ ഞാൻ കളിക്കല്ലേ. ഹലോ, പാതിരാത്രി അവൻ്റെ എന്താടാ വരാൻ പറഞ്ഞത്? എന്താ കാര്യം പറ. ഞാൻ കെവിനെ കണ്ടടാ. എല്ലാ കഥകൾക്കും ഒരു തുടക്കമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കഥ തുടങ്ങിയത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ജീവിതത്തിന് എന്തോ അർത്ഥമുണ്ടെന്ന് തോന്നിയത് അവന്മാരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. കെവിൻ, ജോയ്. ഞാൻ സെബാൻ. ഇതെന്റെ കഥയാണ്. അല്ല, ഞങ്ങളുടെ കഥ. നീ ഒന്ന് എവിടെയാണെന്നെങ്കിലും പറ. ഹലോ ഹലോ കെവിനെ. നിങ്ങളൊന്ന് പേടിച്ചോ എന്നറിയോ നിനക്ക്? നീ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇവിടെ വന്നാണ് ഇരിക്കുന്നത്. സന്തോഷമായല്ലോ. പോ. അളിയപ്പോ നീ ടോണിയിൽ അങ്ങോട്ട് വിട്ടോ. സൂര്യോടെ ഉണ്ടാവും. നമ്മള് പോയി കുത്തി ഒപ്പിച്ചിട്ട് വരാം. ടോണിന്റെ എന്താ പരിപാടി? അപ്പൊ നീ അതും മറന്ന? ഓ, ടോണിന്റെ ബർത്ത്ഡേ. ശരി, നീ അങ്ങോട്ട് പോ. നമ്മള് പോയിട്ട് വരാം. എൻ്റെ ലോകം ഇവർ രണ്ടുപേരുമാണ്.
പക്ഷെ കെവിന് സൂര്യയും ജോയ്ക്ക് ടോണിയാണ് വലുത്. ഓ ഇവരെ അറിയില്ലല്ലോ. ടോണി ജോയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഇപ്പോഴും ആ ബന്ധത്തിന് മാറ്റവുമില്ല. പിന്നെ സൂര്യ കെവിൻ്റെ സിഗ്നിഫിക്കൻ്റ് അത് ആൻഡ് ടോണീസ് ബെസ്റ്റ് ഫ്രണ്ട്. 1 വർഷം മുമ്പാണ് ഞങ്ങൾ സൂര്യ ആദ്യമായി കാണുന്നത്. പിന്നീട് എപ്പോഴും അവരുടെ സൗഹൃദം പ്രണയത്തിന് ഒഴിവാണ്. പക്ഷെ ഇപ്പോൾ അവർ തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. ഹോപ്പ്ഫുള്ളി ഇന്ന് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാവും. എന്നിട്ട് പോവാനും വയ്യ വരാനും വയ്യാത്ത സീനായിരുന്നു. പോവാൻ പറ്റൂലടാ. യോനെന്താ നമ്മളെ മൈൻഡില്ലല്ലോ. അവന് പിന്നെ അവന്റെ ചരക്ക് മതിയല്ലോ. അവൻ്റെ ശരക്കെന്നാലും വിളിക്കണം. എന്റെ വീട്ടിൽ പോയി വിടാ. എന്റെ പെണ്ണോരോന്ന് കാണിക്കണ വീട്ടിലിരിക്കണവരെല്ലാം പറഞ്ഞാലാണ്. ജോയ് ഇത് നോക്കിയേ. അറിഞ്ഞൂടാ. ഇതെന്താ നീ ചെയ്തേ? നമ്മളൊന്നും മനഃപൂർവ്വമല്ലേ ഇത്. പക്ഷെ നമ്മളിവിടെ നിന്ന് ആരും ആർക്കറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. വാ. സ്വപ്നത്തിൽ നേരിട്ട് എല്ലായിടത്തും അവനെയാണ് കാണുന്നത്. എനിക്കിനി വയ്യ ഇതിങ്ങനെ വച്ചോണ്ട് നടക്കാൻ. പോലീസിനെ നിനക്ക് അറിയാന്നല്ലേ. നമുക്ക് സൂര്യടുത്തെങ്കിലും പറയാൻ പറ്റൂലേ? അതൊക്കെ ആകുമ്പോൾ ശരിയൊക്കെ. നീ എണീറ്റേ, രാവിലെ പോവാം. ആ നിങ്ങളാ കേറി വാ. നിങ്ങളിപ്പോ കാണാനില്ലല്ലോ. എടാ, ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. എന്താടാ? സൂര്യയായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. ഇത്തിരി പ്രൈവറ്റ് ആയിട്ട്. നിനക്കൊന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എടാ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവള് കുറച്ച് ഡിപ്രസ്ഡ് ആണ്. ആരെയും കാണുന്നൊരു സ്റ്റേജിലല്ല. എടാ നീ ഒന്ന് പറഞ്ഞു നോക്കൂ. നീ പറഞ്ഞ അവൾ കേൾക്കും. കുറച്ചറിഞ്ഞില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ. ശരി. അവൾ സമ്മതിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് അവളെ ഫ്ലാറ്റിൽ പോയാൽ മതി. കുറച്ച് നേരമേ കിട്ടത്തുള്ളൂ. അതുവരെ വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നോ. എടാ ഒരു ലൈറ്റർ എടുത്തോ. ഒരു സിഗ് കത്തിക്കാൻ. അപ്പുറത്തെ റൂമിലുണ്ട്. അവിടെയാ?
ടോണി വന്നേ. എന്താടാ? എടാ സെബാനിങ് വന്നേ. നമുക്ക് ഇറങ്ങാവോ? ടോണി നമ്മൾ ഇറങ്ങുകയാണേ. ആ നിങ്ങളാ കയറുക. സൂര്യ, നിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടിട്ട്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരുന്നോ? സൂര്യ, ഞാൻ പോവേണേ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കെവിൻ്റെ ഡെത്തിനെ കുറിച്ച് പറയാനാ വന്നേ. നീ വിചാരിക്കുമ്പോൾ കെവിൻ്റെ ഡെത്ത് ഒരു ആക്സിഡൻ്റ് അല്ല. അന്ന് ടെറസിൻ്റെ മേളിൽ വെച്ച് എന്തിനോ ഒരു ചെറിയൊരു കയ്യബദ്ധം. അവൻ താഴെ വീണ് കഴിഞ്ഞിട്ട് അവൻ പോയ കാര്യം അറിഞ്ഞു. പറ്റിപ്പോയി, ക്ഷമിക്കണം. നിങ്ങൾ കരുതും പോലെ കെവിൻ്റെ അടുത്ത് ടെറസിൻ്റെ മുകളിൽ നിന്നും വീണിട്ടല്ല കേട്ടോ. അത് പോയിസണിങ് ആയിരുന്നു. അവൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഹോസ്പിറ്റലിലെ ഡ്യൂട്ടി സർജൻ എൻ്റെ അമ്മയായിരുന്നു. നമ്മൾ റിലേഷനിലായിരുന്നു, ആ റിലേഷൻ ക്രൈസിസിലായിരുന്നു അമ്മയ്ക്കറിയായിരുന്നു. അവൻ്റെ ബ്ലഡ് സാമ്പിളിൽ പോയിസൺ ഡിറ്റക്ട് ചെയ്തപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അവൻ സൂയിസൈഡ് ചെയ്തതാണെന്ന്. പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ നേരെ വരാതിരിക്കാനാണ് അമ്മ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതൊരു ആക്സിഡൻ്റൽ ഡെത്താക്കി തീർക്കുകയാണ് ചെയ്തത്. പക്ഷേ അവൻ അത്ര ഫെയിൻറ്റ് ഹാർട്ടഡ് അല്ല. അവൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്യത്തുമില്ല. ഇതൊരു പ്രീ പ്ലാൻഡ് മർഡറാണ്. എനിക്കിത് വേറെ ആരോടും പറയാൻ പറ്റത്തില്ല. നിങ്ങളെങ്കിലും അതൊന്ന് കണ്ടുപിടിക്കണം. എൻ്റെ ഒരു സമാധാനം വേണ്ടിയെങ്കിലും. എടാ എനിക്ക് 246 ട്രൈമിനോ 135 ട്രൈസൈൻ എന്താണെന്ന് അറിയാം. എന്താടാ അങ്ങനെ ചോദിച്ചേ? ഇത് ഞാൻ കണ്ട ഒന്ന് വച്ചിട്ട് പോടേ. എനിക്കൊരു സംശയം. എന്താടാ? ടോണി, നീ ആവശ്യമില്ല ടോണി ഇതിൽ വലിച്ചയക്കാൻ. എടാ നീ പറയുന്നത് കേൾക്ക്, ഞാൻ കണ്ട കാര്യമാണ്. എന്ത് കണ്ടു? ടോണി ഒന്നിങ്ങ വന്നേ. എന്താടാ? എവിടെ? ഇവിടെ എവിടെയോ ഉണ്ട്. എടാ അതൊന്നുമില്ല, ഒന്നുമില്ല, എടാ ഒന്നുമില്ല.
അവ അങ്ങനെയൊന്നും ചെയ്യത്തില്ലടാ. എനിക്കൊരു കുട്ടിക്കാലം പോലെ അറിയാം. കുപ്പിയാണോ? വീട്ടിൽ കയറി എടുക്കാനാ? വാ. ആ നിങ്ങളാ? ഇരിക്കടാ. എടാ പോയിട്ട് എന്തായി? കാര്യം നടന്നു. ഇത്തിരി വെള്ളം വേണം, ചൂടുവെള്ളം. ചൂടുവെള്ളമില്ല, വേണമെങ്കിൽ ഞാൻ ചൂടാക്കി തരാം. വാ. ടോണി നമ്മൾ ഇറങ്ങുകയാണേ. ഇറങ്ങാണോ? അങ്ങനെ ഞങ്ങൾ 246 ട്രൈഅമിനോ 135 ട്രയാസിൻ എന്ന പോയിസനെ കുറിച്ച് മനസ്സിലാക്കി. ടോണി എന്ന ചതിയെ കുറിച്ച്. സൂര്യ നമുക്ക് ആളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ അടുത്തൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ചെയ്തത് ഞാനത് മനസ്സിലായി. കാരണം കൂടെ ഞാൻ അറിഞ്ഞാൽ മതി. എല്ലാം സൂര്യക്ക് വേണ്ടിയായിരുന്നു. സൂര്യയോ? എനിക്ക് അവളെ പണ്ട് മുതലേ ഇഷ്ടമായിരുന്നു, 2 വർഷം മുമ്പ് തൊട്ട്. പക്ഷേ അവൻ ഇടയിൽ കയറി വന്നതാ. ധൈര്യമില്ലാത്ത എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. ഞാൻ തന്നെ അവൻ്റെ ഡ്രിങ്ക് പോയ്സൺ ചെയ്തത്. 12 മണിക്കൂർ കൊണ്ട് അവനെ കൊല്ലുന്ന ഡ്രഗ്. സൂര്യല്ലേ? എവിടെപ്പുണ്ട് കേട്ടോ? എത്ര ചെറ്റാന്ന് ഞാൻ അറിയില്ല. നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോരുത്. ഐ ഹേറ്റ് യു ബാസ്റ്റർ. എനിക്ക് നിന്നെ കാണണ്ട ടോണി. ഇനി മേല Da!